പത്തനംതിട്ട റാന്നി ചെല്ലക്കാട്ട് KSRTC ബസ് കാറും തമ്മിൽ കൂട്ടിയിടിച്ചു എന്നാണ് വാർത്ത. അപകടത്തിൽ ഒരാൾ മരിച്ചു, കാർ യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. AV ജയശങ്കർ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ജയ്, രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ്, ഒരാളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. കാറിൽ എത്ര പേരുണ്ടായിരുന്നു? ഈ പരിക്കേറ്റവരുടെ നില എന്താണ്? ഏത് ആശുപത്രിയിലാണ് ഇപ്പോൾ പരിക്കേറ്റവരുള്ളത്? അതായത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി ചെല്ലക്കാട്ടാണ് ഇത്തരത്തിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ കാർ യാത്രികനായ റാന്നി വലിയത്തല സ്വദേശി ഫിലിപ്പാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഈ കാറിൽ ഒരു യാത്രക്കാരൻ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഡ്രൈവർ മാത്രമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ കാറിന്റെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് കാണാം. വലിയ തോതിൽ ഈ KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് കാറിന്റെ ഒരു ഭാഗം മൊത്തം തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. കുമളി സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഈ കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ആ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ചോരയിൽ കുളിച്ച ഇയാളെ നാട്ടുകാരാണ് ഇത്തരത്തിൽ കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഈ ഫിലിപ്പിന്റെ ജീവൻ നഷ്ടമായിരുന്നു. ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത സ്ഥിരം അപകട മേഖല കൂടിയാണ്. വലിയ തോതിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. വലിയ വളവും ഒപ്പം തന്നെ മികച്ച റോഡുമാണ് ഈ അപകടങ്ങൾക്ക് പ്രധാന കാരണം. എന്തായാലും ഈ അപകടത്തിൽ റാന്നി ചെല്ലക്കാട് നടന്ന അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇയാളുടെ മൃതദേഹം അവിടുന്ന് മാറ്റാനുള്ള നടപടികൾ പോലീസ് ഉൾപ്പെടെ ആരംഭിച്ചിട്ടുമുണ്ട്. പ്രജിത്ത്. ശരി, AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.